നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 13 സംഭവിച്ച ദിവ്യകാരുണ്യ അടയാളത്തിന് വത്തിക്കാൻ അംഗീകാരം ലഭിച്ചു. അതിരൂപത പ്രൊട്ടോ സിഞ്ചലൂസ് മോൺ ആന്റണി മുതുകുന്നേൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മെയ് 31 2:30 ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലെയോപോൾ ഡോജി റെല്ലി വിളക്കുന്നൂരിൽ വെച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നും തിരുവോസ്തിയിലെ ഛായാചിത്രം കാണാൻ എല്ലാവർക്കും അവസരമൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. റൂഹ ക്ഷണപ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയുടെ നടുവിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടുകയും അതിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ തെളിഞ്ഞുവരികയുമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ തിരുവോസ്തി ദർശിക്കാനായി എത്തിയിരുന്നു. 2013 നവംബർ 17 ഇത് തലശ്ശേരി ബിഷപ്പ് ഹൌസിലേക്ക് കൊണ്ടുവരികയും രഹസ്യമായി സൂക്ഷിക്കുകയുമായിരുന്നു. 2025 മെയ് 31 2:30 ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലെയോപോൾ ഡോജി റെല്ലി വിളക്കൂന്നിയിൽ വെച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നും തിരുവോസ്തിയിലെ ഛായാചിത്രം കാണാൻ എല്ലാവർക്കും അവസരമൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിന് യാതൊരു മാറ്റവും കാണാൻ പറ്റുകയില്ല. സാധാരണ ഓസ്തിയും വീഞ്ഞുമായിരിക്കും. അപ്പോൾ അത് കുർബാനയുടെ മധ്യേ അതിലൊരു അത്ഭുതം നടന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ യേശുവിൻ്റെ മുഖം ഈ ഓസ്തിയിൽ തെളിഞ്ഞു വന്നു എന്നുള്ളതാണ്. പക്ഷേ അത് 2013 നടന്നതാണെങ്കിലും കത്തോലിക്കാ സഭ ഒരിക്കലും ഒരു അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കാറില്ല. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തും. നമുക്കറിയാം, ഈ കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ സെൻറ്റർ നടന്നിട്ടുണ്ടോ, കൃത്രിമത്വം നടന്നിട്ടുണ്ടോ? കൃത്രിമത്വം നടന്നിട്ടുള്ള ഒരു കാര്യവും ഒരു അത്ഭുതകരമായിട്ടുള്ള അടയാളമായിട്ട് സഭ അംഗീകരിക്കാറില്ല. അതുകൊണ്ട് ഈ കാലയളവിൽ ഏതാണ്ട് 12 വർഷക്കാലം അതിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി. അങ്ങനെ പഠനങ്ങൾ നടത്തി ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായി അതൊരു ദിവ്യകാരുണ്യ അടയാളം, ഒരു അത്ഭുതകരമായ ഒരു അടയാളമായി അതിനെ വ്യാഖ്യാനിക്കാമെന്ന് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുംകുന്നേൽ, പാസ്റ്റർ കോർഡിനേറ്റർ ഫാദർ ഫിലിപ്പ് കവിയിൽ, വിളക്കന്നൂർ ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ തോമസ് കീഴാരത്തിൽ, ഫാദർ ജോസഫ് ഓരഞ്ഞേൽ, ടോമി കണിവേലിൽ, സണ്ണി പോത്തനാം തളത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.